ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ക്രിസ്മസൊക്കെ അടിച്ചു പൊളിച്ചാണെന്ന് വിശ്വസിക്കുന്നു. ഞാനിവിടെ ക്രിസ്മസൊക്കെ ആഘോഷിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ബട്ടർ സ്കോച്ച് പുഡിങ്ങാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഇന്ന് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും വേണ്ട, വീട്ടിൽ തന്നെ ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ക്രിസ്മസിൻ്റെ റെസിപ്പീസ് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നോക്കി. കേക്ക്, വൈൻ, അതുപോലെ തന്നെ സ്റ്റൂ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒത്തിരി പേര് കമൻറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും എൻ്റെ സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ ഇനിയും തുടർന്ന് എന്നെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് പാലാണ്. 2 കപ്പ് പാൽ എന്ന് പറഞ്ഞാൽ അര ലിറ്റർ പാലുണ്ടാവും. അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ പുഡിങ് സെറ്റ് ആവാൻ വേണ്ടി ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് കോൺഫ്ലവറാണ് ഉപയോഗിക്കുന്നത്. എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് പാലിലേക്ക് 1/4 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയില്ലാതെ കലക്കി മാറ്റി വെക്കണം. ഇപ്പോൾ പാലും കോൺഫ്ലവറും കൂടെ നന്നായിട്ട് കലക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം കുറവ് മതിയെങ്കിൽ 1/3 കപ്പ് പഞ്ചസാര ചേർത്താൽ മതിയാകും. ഞാൻ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് എനിക്ക് മധുരം ഇത്തിരി കൂടുതൽ പോലെ തോന്നി. മധുരം കുറവ് മതി എന്നുള്ളവർ 1/3 കപ്പ് പഞ്ചസാര എടുത്താൽ മതി. പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും ഇളക്കണ്ട. ഇതുപോലെ തന്നെ കുറച്ച് സമയം ലോ ഫ്ലെയിമിൽ വെക്കുമ്പോഴത്തേക്കും പഞ്ചസാര ഉരുകി വരാൻ തുടങ്ങും. ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി പാനൊന്ന് കയ്യിലെടുത്ത് ചുറ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ കാരമലൈസ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പുഡിങ്ങിനൊരു കയ്പ്പ് ടേസ്റ്റ് വരും. ഇപ്പോൾ പഞ്ചസാര നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കണം. ബട്ടർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റി കൊടുക്കണം. രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വഴറ്റിയെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് പതഞ്ഞ് വരാൻ തുടങ്ങും. ഈ സമയത്ത് നമുക്കിതിലേക്ക് കലക്കി വെച്ചിരിക്കുന്ന പാലും കോൺഫ്ലവറും കൂടിയുള്ള ആ മിക്സ് ചേർത്ത് കൊടുക്കണം. പാല് ചേർക്കുമ്പോൾ കാരമലൈസ് ചെയ്തത് കട്ടിയായിട്ട് വരും. അത് കുഴപ്പമില്ല. വീണ്ടും ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്ക് അത് മെൽറ്റായിട്ട് വരും. ഇത് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ കാരമലൈസ് ചെയ്തെല്ലാം നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. വീണ്ടും 2-3 മിനിറ്റും കൂടെ നമുക്ക് സ്റ്റവിൽ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് കുറുകി വരണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ പുഡിങ് ഈ കാണുന്ന പോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി റെഡിയായ പുഡിങ് ഞാൻ ഇതുപോലുള്ള ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു 7 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ മാറ്റി വെക്കണം. ഞാനിവിടെ പുഡിങ് സെറ്റാനായിട്ട് ഒരു ഓവർനൈറ്റ് വെച്ച് രാത്രി ഉണ്ടാക്കിയിട്ട് ഞാൻ രാവിലെയാണ് എടുത്തത്. നല്ലൊരു സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സ്പ്രിങ്കിൾസും അതുപോലെ തന്നെ സിൽവർ ബോൾസ് ഒക്കെ ഇട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഗാർണിഷ് ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് നട്ട്സ് ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്യാം. അതെല്ലാം നിങ്ങളുടെ താല്പര്യം പോലെ ചെയ്യാം. പുഡിങ് ഗാർണിഷെല്ലാം ചെയ്ത് കഴിഞ്ഞ് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. വളരെ ഈസി ആയിട്ട് നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെ നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. താങ്ക്